Hello everyone, welcome to another video of Bensil JRF Frank Boser series. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രിയിലെ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഇതിനോടകം കണ്ടിരുന്നു. ഒന്ന് ക്വാണ്ടം മെക്കാനിക്സിൽ നിന്നും ഒന്ന് ഗ്രൂപ്പ് തിയറിൽ നിന്നും കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് സോളിഡ് സ്റ്റേറ്റിലെ വളരെ റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിനേഷൻ ഹോളിൽ ഒരുപാട് കുട്ടികൾ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ആക്ച്വലി അത്രയും സ്ട്രഗിളിനൊന്നും ആവശ്യമില്ലാത്ത ഒരു റിലേറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. പക്ഷേ ഒരു തിയറി ഇവിടെ അറിഞ്ഞാലാണ് നമുക്കിത് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുക. സോ നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്കത് വായിച്ച് നോക്കാം. ദ എക്സാഡി പാറ്റേൺ ഓഫ് എ ക്രിസ്റ്റലൻ മെറ്റീരിയൽ മെഷർഡ് യൂസിങ് കോപ്പർ കെ ആൽഫ റേഡിയേഷൻ. വേവ് ലെങ്ത് പറയുന്നുണ്ട് 2θ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴെല്ലാം പറയുന്നതാണ്, നിങ്ങൾ എക്സാഡി മെഷർമെൻറ്റ്സിൻ്റെ സമയത്ത് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് 2θ ആണ്. അപ്പോൾ ആ ഔട്ട്പുട്ടിലെ ഒരു ഇൻസ്ട്രുമെൻ്റൽ ഡാറ്റ തന്നെയാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. 2θ ഇൻ ഡിഗ്രീസ് 38, 44, 65, 78 എല്ലാം പറയുന്നുണ്ട്. And considering the cubic edge length to be approximately 4 angstrom, എഡ്ജ് ലെങ്ത് ഏകദേശം 4 angstrom ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ട് ചെയ്യുന്ന മില്ലർ ഇൻഡിസുകളും ബ്രവൈസ് ലാറ്റിസുകളും ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ 4 ഓപ്ഷൻസ് കാണാം. BCC ആണോ FCC ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പല സെറ്റുകളും ഇവിടെ നൽകുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്കിവിടെ ഓപ്ഷൻസിലൂടെ എലിമിനേഷനിലൂടെ മുദ്രത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം. സോ രണ്ട് റൂട്ടിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനെ പാരലി പ്രൊസീഡ് ചെയ്യാം. സോ ടു സ്റ്റാർട്ട് വിത്ത്, ഇത് ശരിക്കും നമ്മുടെ സോളിഡ് സ്റ്റേറ്റിലെ ഇൻഡെക്സിങ് അല്ലെങ്കിൽ നമ്മൾ ഇൻഡെക്സ് ചെയ്യുക എന്ന് പറയും. ഇൻഡെക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ ഇങ്ങനെയാണ്. നിങ്ങളൊരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. 2θ വരികയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി കൺസ്ട്രക്ടിങ് എ ടേബിൾ. ആ ടേബിൾ ഇങ്ങനെയാണ്. 2θയിൽ നിന്ന് നിങ്ങൾ തീറ്റ കണ്ടെത്തുക, തീറ്റയിൽ നിന്ന് സൈൻ തീറ്റ കണ്ടെത്തുക, സൈൻ തീറ്റയിൽ നിന്ന് സൈൻ സ്ക്വയർ തീറ്റ കണ്ടെത്തുക, സൈൻ സ്ക്വയർ തീറ്റയിൽ നിന്ന് നിങ്ങൾ ഒരു റെഡ്യൂസ്ഡ് ഫോർമാറ്റിലേക്ക് പോകണം. സോ ദാറ്റ് വിൽ ബി ഗിവിങ് യു h സ്ക്വയർ പ്ലസ് k സ്ക്വയർ പ്ലസ് l സ്ക്വയർ. യൂഷ്വലി നമ്മൾ ഇങ്ങനെയാണ് ആ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, സംടൈംസ് ഇതിനിടയിൽ ഒരാൾ കൂടെ വരും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ ഇവിടെ ഞാൻ ജസ്റ്റ് ആദ്യം തന്നെ 2θയുടെ വാല്യൂസ് കാൽക്കുലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് സിംപ്ലിഫൈ ചെയ്ത് ടേബിൾ ഫില്ല് ചെയ്യാനായിട്ട് പോവാണ്. സോ ടു സ്റ്റാർട്ട് വിത്ത്, ആദ്യം 2θ പറയുന്നത് 38.43 എന്ന വാല്യൂ ആണ്. ഓക്കെ, 38.43. സോ 38.43 ഡിവൈഡഡ് ബൈ 2 ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് തീറ്റയുടെ വാല്യൂ, ഓക്കെ 38.43 ആണ് 2θ എങ്കിൽ തീറ്റയുടെ വാല്യൂ എത്ര കിട്ടും? 19.215 എന്ന് കിട്ടും. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ഞാനിവിടെ സൈൻ തീറ്റ കണ്ടെത്താൻ പോവാണ്. സോ സൈൻ ഓഫ് 19.215 ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ 0.329, ഏകദേശം 0.33 എന്ന വാല്യൂ ആണ് കിട്ടുക. നെക്സ്റ്റ് ഡ്യൂട്ടി എനിക്ക് എൻ്റെ സ്ക്വയർ എടുക്കുക എന്നുള്ളതാണ്. സോ സ്ക്വയർ എടുക്കുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ 0.108 എന്ന് കിട്ടും. ഓക്കെ, സോ ഞാൻ ആ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. 44.65, 65.02, 78.13. അപ്പോൾ നിങ്ങൾ വീണ്ടും മനസ്സിലാക്കുക, ഇതിനിടയിൽ ഈ തീറ്റയും സൈൻ തീറ്റയും നമ്മൾ ആ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആക്ച്വൽ റെലവൻസ് ആരിലാണ് വരുന്നത്? സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂസിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരിട്ട് സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂസിലേക്ക് പോവാണ്. സോ സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 44.65 ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ സൈൻ എടുക്കുന്നു. ഓക്കെ, സോ സൈൻ ഓഫ് 22.325 എന്ന വാല്യൂ വരുന്നു. സ്ക്വയർ എടുക്കുന്നു. സോ ദ ആൻസർ യു ആർ ഗെറ്റിംഗ് ഓവർ ഹിയർ ഈസ് 0.144. അതേപോലെ 65.02 റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 0.288 കിട്ടും. ആൻഡ് ലാസ്റ്റത്തെ ആൾ 78.13 കൂടി ചെയ്ത് നോക്കാം. 78.13 ഡിവൈഡ് ബൈ 2 ചെയ്യുന്നു, 39.065. ആൻഡ് അതിൻ്റെ സൈൻ എടുക്കുന്നു അല്ലേ. സോ സൈൻ ഓഫ് 39.065, 0.63 എന്ന വാല്യൂ കിട്ടുന്നു. സ്ക്വയർ എടുക്കുന്നു. ആൻസർ ഗെറ്റിംഗ് ഇസ് അറൌണ്ട് 0.397. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ടേബിൾ ഒന്നുകൂടി ഇങ്ങോട്ടേക്ക് മാറ്റുകയാണ്. എക്സ്ക്യൂസ് മീ, ഞാൻ ഈ ടേബിൾ ഇത്ര ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഈ ഭാഗങ്ങൾ മാത്രം ഇങ്ങോട്ട് നിങ്ങൾക്ക് മാറ്റുകയാണ്. മാറ്റുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമുക്കിവിടെ ഇടയിൽ 1-2 ആൾക്കാർ ചിലപ്പോൾ അധികത്തിൽ വന്നേക്കാം. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ഇവിടെ നിങ്ങൾ വാല്യൂസ് കണ്ടല്ലോ. ഇതൊന്നും ഇൻറ്റിജേഴ്സ് അല്ല. നമ്മൾ ഇവരെ എല്ലാവരും ഇൻറ്റിജർ ആക്കാൻ വേണ്ടി ചെയ്യുന്നത് കൂടുതൽ ഏറ്റവും ചെറിയ നമ്പർ ഒന്നാമത്തെ 0.108 ആണല്ലോ. അത് വെച്ച് നമ്മൾ എല്ലാവരും ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മളവിടെ ഒരു ഡിവിഷൻ ചെയ്യാണ്. എക്സ്ക്യൂസ് മീ, നമ്മളൊരു ഡിവിഷൻ ചെയ്യാണ് യൂസിങ് 0.108. സോ ഞാൻ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ക്വാണ്ടിറ്റി എത്ര കിട്ടും? 1 തന്നെ കിട്ടും. നെക്സ്റ്റ് 0.144 ഡിവൈഡഡ് ബൈ 0.108 കിട്ടുന്ന ആൻസർ എക്സാക്ട്ലി 1.3333 എന്നുള്ളതാണ്. നെക്സ്റ്റ് 0.288 ആണ്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഡബിൾ ആണ്, 2.6666 എന്നുള്ളതായിരിക്കും. ലാസ്റ്റ് വൺ 0.397 ഡിവൈഡ് ബൈ 0.108 എനിക്ക് വീണ്ടും കിട്ടുന്നത് അത് 3.6
7 അല്ലെങ്കിൽ 3.6666 എന്ന വാല്യൂ ആണ് ഇവിടെ കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ഡ്യൂട്ടി ഇതിനെല്ലാം ഇൻഡിജേഴ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ആൻഡ് ആ ഇൻഡിജേഴ്സ് എന്തായിരിക്കും? h² + k² + l² ആയിരിക്കും. അപ്പം ഞാൻ ആ തിയറി ഒരു ഷോർട്ട് വീഡിയോയിൽ പറയുന്നില്ല, നമ്മളൊരു ലോങ് ടേം ആയിട്ട് കോഴ്സ് പഠിക്കുന്ന ഭാഗമായിട്ട് കാണുന്നതാണ്. എല്ലാം 2D സൈൻ തരുന്ന എക്സ്പ്രഷനെ സ്ക്വയർ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, സോ നോക്കുമ്പോൾ 1.33 നമ്മൾ എപ്പോഴും പറയുന്നതാണ്. 1.33 എന്നാൽ മറ്റൊന്നുമല്ല, ദാറ്റ് ഇസ് ആക്ച്വലി 4/3, റൈറ്റ്? 4/3 ആണ്. ആൻഡ് നിങ്ങൾ ഈ കാണുന്ന ആളെ ഡബിൾ ആണ്, വിച്ച് മീൻസ് ദിസ് ഈസ് 8/3. പിന്നെയോ 3.66 എന്ന് വെച്ച് കഴിഞ്ഞാൽ 9/3, 10/3, 11/3 ആണ്. ഓക്കെ, സോ 11/3. സോ നിങ്ങൾ ത്രൂ ഔട്ട് ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ h² + k² + l² വാല്യൂസ് എന്തൊക്കെ കിട്ടും? ഇൻഡിജേഴ്സ് ആയിട്ട് 3 എന്ന് കിട്ടും ഒന്നാമത്തെ പ്രകാരം. അടുത്ത പ്രകാരം 4, 8, 11. സോ 3, 4, 8, 11 എന്നുള്ളതാണ് നിങ്ങളുടെ h² + k² + l² വാല്യൂസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. തന്നിട്ടുള്ള ഓപ്ഷൻസിനകത്ത് എന്താണ് ഒന്നാമത്തെ ആള് h² + k² + l² ഉറപ്പായിട്ടും 3 വരണം. വിച്ച് മീൻസ് അത് കറസ്പോണ്ട് ചെയ്യേണ്ടത് ആരോടാണ്? 1, 1, 1 എന്ന പ്ലെയിൻ അല്ലേ? അപ്പോൾ സ്ട്രെയിറ്റ് അവേ ഞാൻ പറഞ്ഞു നമ്മൾ പാരലലി ഇവിടെ എലിമിനേഷൻ കൂടി യൂസ് ചെയ്യും. 3ഉം 4ഉം എലിമിനേറ്റ് ആയി പോയി, കാരണം അവിടെ 1, 1, 0 ആണ് പറയുന്നത്. ഇനി നോക്കൂ, ഞാൻ ഒരിക്കലും ഈ 4ഉം 8ഉം 11ഉം ഒന്നും ചെയ്ത് സമയം കളയുന്നില്ല. ഒന്നുകൂടെ പറയാം, നിങ്ങളെ പ്രൊസീജിയർ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും വിശദമായിട്ട് ചെയ്തത്. ഇല്ലാത്ത പക്ഷം ഫസ്റ്റ് ടേബിൾ തന്നെ ഞാൻ ഫിനിഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ 1.33 ഈ 2 ആൾക്കാർ എത്തുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി 3 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് കാണുമ്പോൾ തന്നെ ക്ലിയർ ആയി. 1, 1 ഇല്ലാത്ത ആൾക്കാർ എലിമിനേറ്റ് ആയി. ഓക്കെ, ഇനി നോക്കൂ, 1, 1, 1 കോമൺ ആണെങ്കിൽ നിങ്ങൾ ഈ 4ഉം 8ഉം 11ഉം ആരാണെന്ന് കണ്ടെത്തി സമയം കളയുന്നതിൽ മീനിങ് ഇല്ല. കാരണം ഓപ്ഷൻസിൽ ബാക്കി 2, 0, 0 ആയാലും 2, 2, 0 ആയാലും 3, 1, 1 ആയാലും 1ലും 2ലും കോമൺ ആണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്തിട്ട് കണ്ടെത്തുന്നു, ഓക്കെ ഇത് 2, 0, 0 സ്ക്വയർ 4 വരുന്നത്, ശരിയാണ്, കുറ്റം പറയാനില്ല. 8 വരുമെങ്കിൽ 2, 2, 0 ആണ്, ശരിയാണ്. ഇനി 11 വരണമെന്നുണ്ടെങ്കിൽ 3, 1, 1 ആണ്, ശരിയാണ്. പക്ഷെ എന്ത് ഗുണം? നിങ്ങളിത് കണ്ടെത്തിയത് കൊണ്ട് യാതൊരു ബെനിഫിറ്റ് ഉണ്ടാവാനില്ല, കാരണം അത് ഓൾറെഡി ഗിവൺ ആണ്. സോ ദ മൊമെന്റ് 1, 1, 1 അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻസിലേക്ക് നോക്കുക. ഓക്കെ, ഓപ്ഷനിലേക്ക് നോക്കി ഈ 2 ആൾക്കാരും ഒരുപോലെയാണ്. പിന്നെയാണ് അടുത്തൊരു കാര്യം വരുന്നത്. എന്താണ്? BCC ആണോ FCC ആണോ ഒരു ക്വസ്റ്റൻ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ വീണ്ടും സെലക്ഷൻ റൂൾസ് യൂസ് ചെയ്യുക. ഇങ്ങനെയാണ് സെലക്ഷൻ റൂൾസ് പറയുന്നത്. BCC ആണെങ്കിൽ നിങ്ങളുടെ സം എന്ത് വരണം? ഈവൻ വരണം, അല്ലേ? BCC ആണെങ്കിൽ സം ഈവൻ വരണം. നമുക്ക് നോക്കാം, 1, 1, 1 സം എന്താ? ഓഡാണ്, അല്ലേ? അപ്പോൾ ഒരു കാരണവശാലും 1, 1, 1 BCCയിൽ വരില്ല. സോ അത് എലിമിനേറ്റ് ആയി. FCCയുടെ സിറ്റുവേഷൻ എന്താ? FCCയുടെ സിറ്റുവേഷനകത്ത് ഒന്നുകിൽ എല്ലാം ഓഡ് ആകണം, അല്ലെങ്കിൽ എല്ലാവരും ഈവൻ ആവണം. നോക്കൂ, 1, 1, 1 ഓൾ ഓഡാണ്. 2, 0, 0, 2, 2, 0 ഓൾ ഈവൻ ആണ്. 3, 1, 1 ഓൾ ഓഡാണ്. സോ എല്ലാം മാച്ച് ആവുന്ന കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 FCC ആണ്. ഓക്കെ അല്ലേ? സോ വിശദമായിട്ട് ചെയ്യാനാണെങ്കിൽ ഒരുപാട് ചെയ്യാനുണ്ട്. എന്നാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ 2 ആണ് കറക്റ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി ഒന്നും അറിയാത്ത ഒരാൾ ആദ്യം സിംപ്ലി സെലക്ഷൻ റൂൾ നോക്കിയാൽ തന്നെ അയാൾക്ക് ഇവിടെ 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് കഴിയും. പക്ഷേ കറക്റ്റ് സെറ്റ്സ് ഓഫ് മില്ലർ ഇൻഡെക്സ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള നമ്മൾ ചെയ്യുക. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ടേബിളാണ്. 2θ, θ, sin θ, sin² θ ഇൻഡിജറിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് സ്മോൾ നമ്പർ ആക്കുക, ഇൻഡിജറിലേക്ക് മാറ്റുക. ആ ഇൻഡിജർ എന്നുള്ളത് നിങ്ങളുടെ h² + k² + l² ആയിരിക്കും. അത് യൂസ് ചെയ്യുക. നിങ്ങളുടെ സെലക്ഷൻ റൂൾസും യൂസ് ചെയ്തുകൊണ്ട് BCC ആണോ FCC ആണോ സിമ്പിൾ ക്വിക്ക് ആണോ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റൻ ആണ് സോൾവ് ചെയ്തത്. ഇവിടെ എഡ്ജ് ലെങ്ത് 4 ആങ്സ്ട്രോം ആണെന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ യൂസ്ഫുൾ ആയിട്ട് വന്നിരുന്നില്ല. പക്ഷേ മറ്റ് പല പ്രോബ്ലംസിലും അത് യൂസ്ഫുൾ ആയിട്ട് വന്നേക്കാം. പക്ഷെ അത് നമ്മളിവിടെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് ഒരു നെറ്റ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ലേൺ വെൽ. അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ലേൺ വെൽ. താങ്ക് യു.